ട്രിവാൻഡ്രം സ്ലാങ് തീരെ അറിയില്ലായിരുന്നു. കാരണം എനിക്ക് കോട്ടയം വരെ ഉള്ളതൊക്കെ ഒരു പരിധി വരെ അറിയാം. എന്റെ അമ്മ ഇത്തിരി കോട്ടയംകാരിയാണ്. തൃശ്ശൂര് ഞാൻ ഡാൻസ് ക്ലാസ്സും പരിപാടിക്കൊക്കെ അപ്പൊ കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ് വരെ ഉള്ളതൊക്കെ പിടിക്കാം. പക്ഷെ ട്രിവാൻഡ്രം ഒട്ടും എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് അങ്ങനെ ആദ്യ ആൾക്കാരെയൊന്നും അവിടെ പരിചയം ഉണ്ടായിട്ടില്ല. അപ്പം അത് പഠിക്കാന്ന് പറയുന്നത് കുറച്ച് വലിയ ടാസ്ക് ആയിരുന്നു. ഞാൻ ഡബ് ചെയ്തപ്പോഴൊക്കെ കുറെ ദിവസങ്ങളെടുത്ത് ഡബ് ചെയ്തിട്ടാണ് അത് അത്രയെങ്കിലുമൊക്കെ വൃത്തിയായിട്ട് ആ സിനിമയിൽ വന്നിരിക്കണത്. അത് എനിക്കൊന്നൊരു 7 ദിവസമായിട്ട് ഞാൻ ഡബ് ചെയ്തത്. കുറെ സമയം എടുത്ത് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾ ഒരു ഡയലോഗ് പറഞ്ഞ് റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് മാറിപ്പോവും. അത് പിന്നെ ഏത് സ്ലാങ്ങിലാന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. ചിലപ്പോ മറ്റേ എന്താച്ചാ അതൊക്കെ വരും. അങ്ങനെയൊക്കെ അങ്ങനെ അപ്പൊ ഒരു കുറച്ച് സമയമാണ് ആ ഫോക്കസ് ഉണ്ടാവുക. ഫോക്കസ് ഉണ്ടാവുന്ന സമയത്ത് മാത്രം ചെയ്താണ് ആ പോർഷൻസ് ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നത്. ഇത്തിരി പണിപ്പെട്ട് ചെയ്തതാണ്. പണ്ട് നമ്മളെ മമ്മൂക്കേനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ, ട്രിവാൻഡ്രം സ്ലാങ് ട്രെയിൻ ചെയ്യിക്കാൻ സുരാജേട്ടന് ഏർപ്പാടാക്കി പോലെ നമുക്ക് അന്നത്തെ സിനിമയ്ക്ക് ആക്ടർ കൃഷ്ണൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ചേട്ടനുണ്ട്. കൃഷ്ണൻ ചേട്ടനാണ് അന്ന് വന്നിട്ട് ഡബിലൊക്കെ ഇരുന്നിട്ട് എല്ലാ സാധനങ്ങളും പറഞ്ഞു തന്നെ. പുള്ളിയാണ് ആ 7 ദിവസവും പുള്ളി എന്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് കൂടെ സോളിലിരുന്നിട്ട് കൺസോളിലിരുന്നിട്ട് പറഞ്ഞു തരുമായിരുന്നു. ഓക്കെ, നമ്മൾ ഈ ആദ്യം ഈ ട്രിവാൻഡ്രം സ്ലാങ് എന്തിന് എന്നൊക്കെ പറയുന്നത് വളരെ ഓക്വേർഡ് ആയിട്ടുള്ള ചില ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ. തനി തിരുവനന്തപുരം അതൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു നാണം വന്നിരുന്നത് ഇതെന്താ സാധനങ്ങൾ ഇങ്ങനെ പറയുമ്പോ ചമ്മലൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ട്രിവാൻഡ്രം സ്ലാങ് ആണല്ലോ പറയേണ്ടത്. പക്ഷെ ഇത് പറയാൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് മറ്റേ ഇവിടെ ഉള്ളതെല്ലാം കൂടെ സങ്കരാണ് ഞാന്. അപ്പോ മൊത്തത്തിൽ കുറച്ച് ഭയങ്കര പാടായിരുന്നു അത്. കാരണം ഓരോ വാക്കുകൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇപ്പൊ എന്തൊരു എന്നായിരിക്കും അത് പറഞ്ഞ് അതിപ്പോ ഒരു 4 പ്രാവശ്യം പറഞ്ഞ മറ്റേ അത് തൃശ്ശൂർ സ്ലാങ്ങിൽ ഞാൻ പറയും എന്തൊരു എന്നൊക്കെ. അപ്പൊ അത് മാറും. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ മാറുമ്പോ ഇത്തിരി പാടായിരുന്നു. നമ്മൾ ആ സിനിമയിൽ സിദ്ധാർത്ഥ ശിവ വിളിച്ചിട്ട് നമ്മളെ കൊണ്ടൊരു കാണിക്കുന്ന ഒരു സീനുണ്ട്. അത് ഭയങ്കര രസമായിട്ടാണോ അപ്ലൈ ചെയ്തത്? നമ്മളത് ക്ലിക്ക് ആവും എന്നുള്ളത് നമുക്ക് അറിയാമായിരുന്നു ആ സീൻ? അന്ന് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ അന്ന് അഭിനയിക്കും നമുക്ക് ഈ സീൻ ക്ലിക്ക് ആവും ആ സീൻ ക്ലിക്ക് ആവുന്നൊന്നും അറിയില്ല. നമ്മൾ എന്നെ തന്നെ പാലിച്ച് വീട്ടിൽ നിന്ന് നിർബന്ധിച്ച് വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നിട്ടാണ് ആ സിനിമയിൽ ഞാൻ അഭിനയിക്കണേ. അപ്പൊ അത് അങ്ങനെ ക്ലിക്ക്. പക്ഷെ ഇപ്പോഴും എനിക്ക് ചിലപ്പോ മറ്റേ ഫേസ്ബുക്ക് വീഡിയോസിലൊക്കെ വരാറുണ്ട് ആ സിനിമയുടെ സീനുകളൊക്കെ. അപ്പൊ ഞാൻ ആലോചിക്കും ഓ ശരി അന്ന് അത്. അപ്പം ഇപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട് ഓ അന്ന് ഇത്രയൊക്കെ അറിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയാക്കായിരുന്നു എന്നൊക്കെ. അതിനെപ്പറ്റി അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. പണിയൊന്നുമില്ല. ഞാൻ പഠിച്ച കുട്ടിയാണ്, ഞാൻ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി നമ്മളുടെ രാഷ്ട്രീയ നിലപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചില ഇന്റർവ്യൂസിൽ ഇല്ല, എനിക്ക് താൻ ട്രോൾ പോകുന്ന എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. നമ്മളുടെ അപ്പൊ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു ഡയലോഗ് എടുത്തിട്ട് ആൾക്കാരെ വളച്ചൊടിച്ചത് വേറെ രീതിയിൽ രാഷ്ട്രീയപരമായിട്ടൊക്കെ പറയുക. ചില ആൾക്കാർ അതിനെ ഭയങ്കരമായിട്ട്